ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യമ്മ കുടുംബശ്രീ വഴി ബ്ലോക്കിൽ നിന്ന് ഒരു ലോൺ വേണോന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ? എന്തോ പലഹാര യൂണിറ്റ് തുടങ്ങാനോ മറ്റോ? അത് ശരിയായിട്ടുണ്ടെന്ന് പറയാൻ കൂടിയാ ഞങ്ങൾ വന്നത്. ഓ അത് ശരി. അപ്പോ ഹോട്ടൽ പണി നിർത്തി ഇപ്പൊ ശാരദാമ്മ ബ്ലോക്ക് ഓഫീസർ പണിയാണോ ചെയ്യുന്നേ? എന്തോ ചെറിയൊരു കോളുണ്ടെന്ന് തോന്നല്ലോ. ആ ഉണ്ട്, ബിരിയാണിയാ. ഇന്ന് എന്നെ കാണാൻ ചെറുക്കനും കൂട്ടരും വന്നതിന്റെ ആഘോഷമായിരുന്നു വീട്ടില്. എനിക്കാണെങ്കി ഇപ്പൊ തന്നെ ഒരു കല്യാണം വേണ്ടെന്നാ. പഠിത്തമൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിക്കാറാവുമ്പോ മതിന്നാ. പക്ഷെ വീട്ടുകാര് സമ്മതിക്കണ്ടേ? ബാപ്പച്ചയാണെങ്കി ഒട്ടും സമ്മതിക്കണില്ല. എന്നെ കല്യാണം കഴിപ്പിച്ച് അടങ്ങുന്ന സത്യമേ. ഓ അപ്പൊ അതിന്റെ ചടങ്ങിനായി കൊണ്ടുവന്ന ബിരിയാണിയല്ലേ? ആ അതെ. പക്ഷെ എനിക്കിതൊന്നും ഇഷ്ടല്ല. എനിക്ക് നിങ്ങളുടെയൊക്കെ കല്യാണം കൂടുന്നതാ കൂടുതൽ ഇഷ്ടം. നല്ല വാഴയിലയിൽ ഇഞ്ചിക്കറിയും മാങ്ങാക്കറിയും പുളിശ്ശേരിയും സാമ്പാറും ഒക്കെ ഇട്ട് കുഴച്ച് ഒരു പിടി ചോറുണ്ട. ആഹാ, അത് മതി. പിന്നെ എനിക്കിഷ്ടം പായസം കുടിക്കുന്നതാ. അതിങ്ങനെ ഇലയിൽ പപ്പടമൊക്കെ ഇട്ട് കുഴച്ച്. ഇനി സത്യാമ്മയ്ക്ക് എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ എന്നെയും കൂടെ വിളിക്കണേ. അത് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവൾക്ക് വേണ്ടി ഒരു സദ്യ തന്നെ ഉണ്ടാക്കിയാലെന്താ? അതാണ് സത്യാമ്മ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വന്നവരൊക്കെ പോയാലേ ഒരു സ്വൈര്യം ഉണ്ടാവും. പോകുമ്പോ എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ അതിന്റെ പരാതി കൂടി കേൾക്കേണ്ടി വരും. പോട്ടെ സത്യാമ്മേ. പാവം നമ്മുടെ പ്രീതിയെ പോലെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നേ. അവൾക്ക് ആ കല്യാണത്തിൽ ഒട്ടും താല്പര്യമില്ലെന്ന് തോന്നുന്നു. നിർബന്ധം അവളുടെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കുവാ. ഇവർക്കൊന്നും ഈ പഠിപ്പിലും മറ്റും വലിയ കാര്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചു വിട്ടാ മതിയെന്ന. നമ്മുടെ മകൻ വിഷ്ണുവിനാണെങ്കിൽ പഠിക്കാൻ സൗകര്യം ഉണ്ടായിട്ടും മടിയായിരുന്നു. ഇവിടെ ഈ കൊച്ചിനാണെങ്കിൽ എങ്ങനെയെങ്കിലും പഠിക്കണമെന്നും. ഓരോരുത്തരുടെ ഓരോ യോഗവേ. വിഷ്ണുവിന്റെ പഠിപ്പിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം. പഠിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പറഞ്ഞു, എവിടെല്ലാം കൊണ്ടാക്കി. ഒരിടത്തും അവൻ പോയില്ല. ഇപ്പൊ കിടന്ന് ഓടുക. പഠിക്കട്ടെ. മക്കളെ ഉപദേശം നന്നാക്കാൻ നോക്കിയാലേ നടക്കില്ലെന്ന് പണ്ടുള്ളവർ പറയുന്നത് ശരിയാ. എല്ലാം അവരവരുടെ അനുഭവത്തിൽ നിന്നേ പഠിക്കൂ. എന്റെ മക്കള് ഉമ്മ ഉമ്മ മക്കൾ അച്ഛനെ കാണാൻ വന്നാണോ? ഞങ്ങൾ പുതിയ വീട് കാണാൻ വന്നതാ. സത്യാമ്മ എന്ത് ചെയ്യ രാഘവേട്ടാ? അകത്തോണ്ട് ഞാൻ അകത്ത് പോയി കണ്ടോളാം. മക്കൾ ഇരിക്ക്. പിന്നെ മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അതോട്ട് തീർന്നില്ലേ? കുഴപ്പമില്ല അച്ഛാ, ഞാൻ ഇവിടെ നിന്നോളാം. എനിക്കറിയാം മോള് കയറില്ല. ഭാമ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് ആ മോൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അച്ഛനറിയാം. എല്ലാ രീതിയിലും നഷ്ടങ്ങളാ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അവളിന് വിട്ടുപോകാത്ത ഒന്നുണ്ട്, താൻ എന്ന ഭാവം. അതെന്ന് അവളെ നിന്ന് വിട്ടുപോകുന്നോ അന്നേ അവൾ നന്നാവും. ഈ കുടുംബവും രക്ഷപ്പെടും. ഇങ്ങോട്ടൊന്ന് വരണമെന്നും എല്ലാരെയും ഒന്ന് കാണണമെന്നും 2 ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു.
ഇന്നാ സമയം കിട്ടിയേ. പുളിയിഞ്ചി ഉണ്ടാക്കുവാണോ? രാഘവേട്ടന് പുളിയിഞ്ചി എന്ന് വെച്ചാ വലിയ ഇഷ്ടാ. അതുകൊണ്ടൊന്ന് ഉണ്ടാക്കാന്ന് വെച്ചതാ. വിഷ്ണു കൂടുതലും പുറത്തുനിന്നല്ലേ ഭക്ഷണം കഴിക്കാറ്. അതുകൊണ്ട് അവന്റെ ഇഷ്ടങ്ങളൊന്നും ഞാനിപ്പോഴങ്ങനെ നോക്കാറേ ഇല്ല. പുറത്തുനിന്ന് കഴിച്ച് രസം പിടിച്ചവർക്ക് സ്വന്തം അമ്മ വയ്ക്കുന്ന ഭക്ഷണം കഴിക്കാൻ കുറച്ചു മടിയുണ്ടാവും. പ്രത്യേകിച്ച് വെക്കാൻ അറിയാവുന്നവർ വെച്ച് കൊടുക്കുമ്പോ. അവിടെ വന്നാലും വിഷ്ണു ഒന്നും കഴിക്കാറില്ല. ഭക്ഷണം വിളമ്പി വെച്ച് അമ്മയും അച്ഛനും കാത്തിരിക്കുന്നുണ്ടാവെന്നും പറഞ്ഞു പോകും. അത് സത്യമേ, ഇതിൽ കുറച്ച് ശർക്കര ഇട്ട അല്പം കൂടി രുചി കിട്ടും. ശർക്കര ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാനിടാം. ഞങ്ങള് പാചകക്കാരുടെ രഹസ്യക്കൂട്ടുകളിലൊന്നാണ് ശർക്കര. ഇവിടെ ശർക്കരയൊന്നുമില്ല. പിന്നെ രാഘവേട്ടനല്ലേ, അതിപ്പം എരിവിന്റെ ഒരല്പം കുത്തുണ്ടെങ്കിലും രാഘവേട്ടൻ കഴിച്ചോളും. ഇത്രയും നാളും ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ വെച്ചു കൊടുത്തേ. ഇനി അങ്ങോട്ടും ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് കഴിക്കട്ടെ. കൂടുതൽ രസം പിടിച്ചു പോയാലേ മകനെ പോലെ അച്ഛനും പുറം ഭക്ഷണം തേടി പോവും. അല്ല, ശാരദാമ്മ ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, ശാലിനിയും കൂടെ പപ്പിയും സത്യമുണ്ട്. നല്ല മോളെ. സത്യാമ്മേ, നിനക്കിപ്പോ സത്യാമ്മയൊന്നും വേണ്ടല്ലേ? വേണമല്ലോ, അതുകൊണ്ടല്ലേ കാണാൻ വന്നത്. സത്യമേ, ഞങ്ങള് വന്നതിന്റെ പ്രധാന കാര്യം മറ്റൊന്നാണ്. സത്യമ്മ കുടുംബശ്രീ വഴി ബ്ലോക്കിൽ നിന്ന് ഒരു ലോൺ വേണോന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ? എന്തോ പലഹാര യൂണിറ്റ് തുടങ്ങാനോ മറ്റോ. അത് ശരിയായിട്ടുണ്ടെന്ന് പറയാൻ കൂടിയാ ഞങ്ങൾ വന്നത്. ഓ, അത് ശരി. അപ്പോ ഹോട്ടൽ പണി നിർത്തി ഇപ്പൊ ശാരദാമ്മ ബ്ലോക്ക് ഓഫീസർ പണിയാണോ ചെയ്യുന്നേ? ഭാമേ, എന്തൊക്കെയാ നീ പറയുന്നേ? ശാരദാമ്മ നല്ലൊരു കാര്യം പറയാനല്ലേ വന്നത്. അല്ല രാഘവേട്ട, ആ ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ ബ്ലോക്കിൽ പോയി ചോദിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. എന്നുവെച്ച് ആരുടെ ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. ആരുടെയും വീട്ടിൽ നിർത്തി എനിക്ക് കൊണ്ട് തരുകയും വേണ്ട. എനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം തന്നാ മതി എന്നാ ഞാൻ പറഞ്ഞത്. സത്യമേ, ഇതില് അർഹതയുടെയും ഔദാര്യത്തിന്റെയും കാര്യമൊന്നുമില്ല. ഒരാളുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യവുമില്ല. ഇത് സത്യാമ്മയ്ക്ക് അവകാശപ്പെട്ട ലോൺ തന്നെയാ. പക്ഷെ അതാദ്യം പാസ്സായത് എന്റെ അമ്മയ്ക്കാണെന്ന് മാത്രം.